സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. ഇറാൻ US സംഘർഷത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന ചോദ്യത്തിന് ഇന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമായ ഉത്തരമുണ്ട്. ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമ്മാന പ്രാർത്ഥിയായി നടന്നിരുന്ന ഘട്ടത്തിൽ സമാധാന കരാറുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗണന. ഇറാനുമായി കരാറിലെത്താനാകുമെന്നും അതുവഴി പശ്ചിമേഷ്യയിൽ ചൈന നടത്തുന്ന ഇടപെടൽ അവസാനിപ്പിക്കാനാകുമെന്നും അന്ന് ട്രംപ് കണക്ക് കൂട്ടിയിരുന്നു. ഒമാനെയും ഈജിപ്തിനെയും ഒക്കെ മുൻനിർത്തി ചർച്ചകൾ ട്രംപ് ഊർജിതമാക്കി. ആണവ വിഷയത്തിൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ സന്നദ്ധമാകുന്നതും ആഹ്ലാദപൂർവ്വം ലോകം കണ്ടു. എന്നാൽ ഒറ്റയടിക്ക് എല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഇറാനെ ഏകപക്ഷീയമായി ആക്രമിക്കാനും പശ്ചിമേഷ്യയുടെ കരയും കടലും ആകാശവും യുദ്ധസന്നാഹത്തിൻ്റെ ബലിഷ്ഠതയിൽ അമർത്താനും ഒരുമ്പെട്ടിറങ്ങുന്ന രക്തദാഹിയായ ട്രംപിൻ്റെ ചിത്രമാണ് പിന്നെ തെളിഞ്ഞത്. ഈ അട്ടിമറിക്ക് പിന്നിൽ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സയനിസ്റ്റ് വാർ ക്യാബിനറ്റുമായിരുന്നുവെന്ന് ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. കരാറിലെത്തിയാൽ ഇറാൻ മേഖലയിലെ വലിയ സ്വാധീന ശക്തിയാകുമെന്നും അറബ് രാജ്യങ്ങളുമായി ഷിയ രാഷ്ട്രം മുമ്പൊരിക്കലുമില്ലാത്ത സൗഹൃദം സാധ്യമാക്കുമെന്നുമുള്ള ആഖ്യാനമാണ് നെതന്യാഹു നടത്തിയത്. സ്വാഭാവികമായും ട്രംപ് അത് ട്രംപിൻ്റെ ആയുധ കച്ചവട ത്വരയും യുദ്ധോത്സുകതയും ഈ പുറപ്പെടലുകളിലുണ്ടെങ്കിലും സയനിസ്റ്റ് ലോബിംഗ് ആണ് യുദ്ധം യാഥാർത്ഥ്യമാക്കിയത്. ഒടുവിലിപ്പോൾ വിജയത്തിൻ്റെ ഒരു സൂചനയെങ്കിലും സാധ്യമാക്കി ഇറാനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ട്രംപിൻ്റെ ദയനീയ ചിത്രമാണ് കാണുന്നത്. അദ്ദേഹം നെതന്യാഹുവിനെ വലിയ വായിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളൊരു അഹങ്കാരിയാണ്, താങ്കളെ എല്ലാവരും വെറുക്കുന്നു, താങ്കളുടെ പിടിവാശിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തെ ടെലിഫോൺ സംഭാഷണത്തിൽ നെതന്യാഹുവിനോട് പറഞ്ഞുവെന്നാണ് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഘട്ടത്തിലും വെടിനിർത്തൽ കരാറിന് തുരങ്കം വയ്ക്കുകയാണ് ഇസ്രായേൽ. ഹോർമുസിലും ആക്രമണ വിരാമത്തിലും നിൽക്കേണ്ട ചർച്ച ആണവ ചർച്ചയാക്കി മാറ്റി ഊരാക്കുടുക്കിൽ അകപ്പെടുത്തുകയാണ് സയനിസ്റ്റ് ലോബി. എന്താണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്നതും ഇപ്പോൾ വ്യക്തമാണ്. അത് ഇറാനെ അസ്ഥിരമാക്കുക മാത്രമല്ല, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ദീർഘകാല ലക്ഷ്യം തന്നെയാണ് അവരുടെ ഉള്ളിലിരിപ്പ്. ഹോർമുസിലാണ് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. ഇറാനുമായി നീതിയുക്തമായ വെടിനിർത്തൽ കരാർ സാധ്യമാകുമോ എന്നതാണ് ലോകത്തിൻ്റെ ആകാംക്ഷ. ഈ തക്കം നോക്കി ഗസയിലും ലെബനാനിലും അധിനിവേശം വ്യാപകമാക്കുകയാണ് ഇസ്രായേൽ. പടിപടിയായി ഗസയും വെസ്റ്റ് ബാങ്കും കീഴടക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം ചുവടുവെക്കുകയാണ് നെതന്യാഹു. അതിനായി മറ്റൊരു ആക്രമണ പദ്ധതിക്ക് അദ്ദേഹം കോപ്പുകൂട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന 2 വസ്തുതകളെ മുൻനിർത്തി വിശകലന വിദഗ്ധരെല്ലാം മറ്റൊരു അധിനിവേശ പദ്ധതിയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ജൂയിഷ് കയ്യേറ്റ ഭവന സമുച്ചയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞു, ഗസയിലെ സൈനിക നിയന്ത്രണം 70% വർദ്ധിപ്പിക്കാൻ ഞാൻ ഇസ്രായേൽ പ്രതിരോധ സേന IDFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് എത്രയും വേഗം നടപ്പാക്കണം. പടിപടിയായി ഗസ ഞങ്ങൾ പിടിക്കും. എന്നാൽ മാത്രമേ തീവ്രവാദത്തിന് അറുതിയാകൂ. നെതന്യാഹുവിൻ്റെ ഈ വാക്കുകളിലെ അപകടം ചൂണ്ടിക്കാട്ടിയും ശക്തമായി അപലപിച്ചും ആദ്യം രംഗത്ത് വന്നത് US കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളിയായ ജർമ്മനിയാണ്. ജൂതരാഷ്ട്രത്തിൻ്റെ ആയുധ പങ്കാളിയായിരുന്ന ജർമ്മനിക്കറിയാമല്ലോ നെതന്യാഹുവിൻ്റെ ഉള്ളിലിരിപ്പ്. 2 വർഷത്തെ തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്കും കരാക്രമണങ്ങൾക്കും ശേഷം കഴിഞ്ഞ ഒക്ടോബർ 9 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ 20 സമാധാന പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ഗസയുടെ ദുരിതത്തിന് ഒരു പരിധിവരെ അറുതിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം യെല്ലോ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയിൽ നിന്ന് അടിയന്തരമായി പിൻവാങ്ങണമെന്നും പ്രദേശത്തിൻ്റെ 58% IDF നിയന്ത്രണം പരിമിതപ്പെടുത്തണമെന്നുമായിരുന്നു ആ കരാറിലെ പ്രധാന വ്യവസ്ഥ. പൂർണ്ണ പിൻവാങ്ങലിന് തീയതി നിശ്ചയിക്കുകയും വേണം. ആ പിൻവലിക്കൽ നടന്നില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള മാസങ്ങളിൽ ആലോചിക്കണം, വെടിനിർത്തൽ കാലമാണെന്ന് മനസ്സിലാക്കണം, അപ്പോൾ പോലും ഗസയിൽ ദിനംപ്രതി ആക്രമണങ്ങൾ നടന്നു. 922 പേരെ കൊന്നു. ഇസ്രായേൽ നിയന്ത്രിത പ്രദേശം ഏകദേശം 11% വികസിപ്പിച്ചു. ഒക്ടോബർ മുതൽ സഹായങ്ങളുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും വിതരണം നിയന്ത്രിക്കുന്നതിലൂടെ ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. ഇപ്പോഴിതാ 70% പ്രദേശത്തേക്ക്
സൈനിക വരിയിൽ വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നെതന്യാഹു. വെടിനിർത്തൽ കരാറിന് മാധ്യസ്ഥം വഹിച്ച US-ന് ഈ ആക്രോശം പ്രശ്നമല്ല. 2024 ജഡ്ജ്മെൻറ്റിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറയുന്നത് ബലപ്രയോഗത്തിലൂടെ പ്രദേശം കീഴടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ്. എന്നിട്ടും UN-ൽ നിന്ന് ഒരു സ്വരവും കേൾക്കുന്നില്ല. വെടിനിർത്തൽ കാലത്ത് അധിനിവേശം വ്യാപിപ്പിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയനുമില്ല പ്രതിഷേധം. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളാകട്ടെ ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ച് ഫലസ്തീനോട് ഐക്യപ്പെടുക എന്ന വൈരുദ്ധ്യം അശ്ലീലം ആവർത്തിക്കുകയാണ്. UN-ന്റെ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ഉൾപ്പെടെ നിരവധി ഏജൻസികൾ ഗസയിലെ ശേഷിക്കുന്ന ജനതയ്ക്ക് നിരന്തരം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകുന്ന മറുപടിയാണ് ഭീകരം. അയാൾ പറയുന്നു, അതിലാരും ആശങ്കപ്പെടേണ്ടതില്ല. ഗസയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകാനുള്ള പദ്ധതി വോളണ്ടറി ഇമിഗ്രേഷൻ തയ്യാറാക്കും. ആർക്കും ഒഴിഞ്ഞു പോകാം. സ്വന്തം മണ്ണിൽ നിന്ന് ഒരു ജനതയെ ആട്ടിയോടിക്കുന്നതിൻ്റെ ഓമന പേരാണ് വോളണ്ടറി ഇമിഗ്രേഷൻ. ജൂതരാഷ്ട്രത്തിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗവിർ, ധനമന്ത്രി ബെസലൽ സ്മോട്രിച്ച് എന്നിവരുൾപ്പെടെ നിരവധി പേർ ഈ പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. വോളണ്ടറി ഇമിഗ്രേഷൻ ബ്യൂറോ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇസ്രായേൽ. വംശീയ ഉന്മൂലന പദ്ധതിയുടെ താക്കോൽ വാക്യമല്ലാതെ മറ്റെന്താണ് ഈ സ്വമേധയാ ഒഴിഞ്ഞുപോക്ക്? ഗസയിലെ അധിനിവേശ പദ്ധതിക്ക് സമാന്തരമായി അതിനേക്കാൾ വേഗത്തിൽ വെസ്റ്റ് ബാങ്കിലും ഭൂമിക്കൊള്ള തുടരുകയാണ് നെതന്യാഹു സംഘം. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ സ്വത്തുടമസ്ഥത ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യാനുള്ള പദ്ധതി ഈ അധിനിവേശ നീക്കത്തിലെ ഏറ്റവും പുതിയ ഇനമാണ്. ഡിജിറ്റലൈസ് ചെയ്യാനെന്ന വ്യാജേന ഫലസ്തീനികളുടെ ഉടമസ്ഥത കവരാനുള്ള തന്ത്രമാണിത്. ഫലസ്തീൻ ലാൻഡ് അതോറിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: അപകടകരമായ കൊളോണിയൽ അധിനിവേശ നടപടിയാണിത്. ഫലസ്തീൻ ജനതയുടെ ഭൂമിക്കും സ്വത്തിനും മേലുള്ള നിയമപരമായ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണിത്. ഏതെങ്കിലും ഇസ്രായേലി സ്ഥാപനങ്ങൾ, കമ്മിറ്റികൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവയുമായി സഹകരിക്കരുതെന്ന് ഫലസ്തീൻ ജെറൂസലേം ഗവർണറേറ്റും കോളനിവത്കരണ പ്രതിരോധ കമ്മീഷനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗസയിലെ വംശഹത്യ ആക്രമണം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ നിയമപരമായ കരുനീക്കങ്ങൾ നോക്കിയാൽ അധിനിവേശ പദ്ധതിയുടെ വ്യാപ്തി മനസ്സിലാകും. 2025 മേയിൽ വെസ്റ്റ് ബാങ്കിലുടനീളം പുതിയ ഭൂമി നിർണയ ഡ്രൈവ് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ കൈയടക്കിയ ഭൂമി പൂർണ്ണമായി രജിസ്റ്റർ ചെയ്ത് അധിനിവേശ പ്രദേശങ്ങളുടെ നിയമപരവും ഭരണപരവുമായ ഏറ്റെടുക്കൽ പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. ജൂലൈയിൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ബില്ല് ഇസ്രായേൽ പാർലമെൻറ്റ് അംഗീകരിച്ചു. ഈ വർഷം ഫെബ്രുവരി 15-ന് ഇസ്രായേൽ പൂർണ്ണ നിയന്ത്രണം ചെലുത്തുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗമായ ഏരിയ സിയുടെ ഏകദേശം 58% രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴിതാ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയും. ഇതിനിടയിൽ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ ജൂത കയ്യേറ്റക്കാർ ഇരച്ചെത്തുന്നത് പതിവായിരിക്കുകയാണ്. 2022 ഇത്തരത്തിൽ 822 ഏറ്റുമുട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2025 അത് 1828 ആണ്. ലോകം ഹോർമുസിൽ മുങ്ങിത്താഴുമ്പോൾ, ഇറാന് ചുറ്റും കറങ്ങുമ്പോൾ, പാകിസ്ഥാനിലേക്ക് നയതന്ത്ര യാത്രകൾ നടത്തുമ്പോൾ സയനിസ്റ്റ് രാഷ്ട്രം അതിൻ്റെ ജനിതക ഗുണം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരതയിൽ പിറവിയെടുത്ത് ഭീകരതയിലൂടെ പടരുകയാണ് അക്രമി രാഷ്ട്രം. ഇസ്രായേലിനെ നിലക്ക് നിർത്താതെ, ഇസ്രായേലിൻ്റെ ഈ അധിനിവേശ പദ്ധതികളെ ചെറുക്കാതെ ഒരിക്കലും പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാകില്ല. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.